Hello guys. So in this video we are going to discuss about the Nobel Prize winning speech by Abdul Razak Gurnah. അപ്പോൾ അബ്ദുൾ റസാഖ് ഗുണ എന്ന് പറയുന്ന ഒരു ടാൻസാനിയൻ ബ്രിട്ടീഷ് റൈറ്റർക്ക് 2021 നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ പ്രൈസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 2021 തന്നെ ഒരു ഡിസംബർ 7 മൂപ്പർ എന്ത് ചെയ്തു, ഒരു നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ഡെലിവറി ചെയ്യേണ്ടായി. സോ ആ സ്പീച്ചാണ് നമ്മൾ കൊമേഴ്സ് പേപ്പറിൻ്റെ മാനേജ്മെൻറ്റ് പേപ്പറിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇറ്റ് ഇസ് സ്പീച്ച് ഒരു ലോങ് സ്പീച്ചാണ്. ഞാൻ നിങ്ങൾക്ക് അതിന് മാക്സിമം കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് വിത്ത് നോട്ട് ഒരു ഇതിവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്, PDF. ഇത് ഞാൻ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിടാം. ഓക്കെ, സോ വെൻ വി ടോക്ക് അബൌട്ട് അബ്ദുൾ റസാഖ് ഗുണ ഈസ് എ ടാൻസാനിയൻ ബോൺ ബ്രിട്ടീഷ് റൈറ്റർ. അപ്പോൾ ടാൻസാനിയയിൽ ജനിച്ച് ബ്രിട്ടനിലേക്ക് കുടിയേറി പാർത്തിയുള്ള ഒരു റൈറ്ററാണ് നമ്മൾ അബ്ദുൾ റസാഖ് ഗുണ എന്ന് പറയുന്ന ആള്. സോ കൊളോണിയലിസം, അതേപോലെ തന്നെ റെഫ്യൂജി എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഇവരുടെ മെയിൻ തീംസ് എന്ന് പറയുന്നത്. അതായത് കുടിയേറി പാർത്തവരുടെ, ഞാൻ പറഞ്ഞു ടാൻസാനിയയിൽ നിന്ന് കുടിയേറി പാർത്ത ഒരാളാണ് അബ്ദുൾ റസാഖ് ഗുണ. അപ്പം അതേപോലെ തന്നെ ഈ കൊളോണിയലിസത്തിന്റെ എഫക്റ്റ്, കൊളോണിയൽക്കരണത്തിന്റെ എഫക്റ്റുകളൊക്കെ കൂടുതൽ അനുഭവിച്ച ഒരാൾ കൂടിയാണ് ഗുണ എന്ന് പറയുന്ന റൈറ്റർ. സോ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് മൂപ്പരുടെ റൈറ്റിങ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൂപ്പർക്ക് നൊബേൽ പ്രൈസ് 2021 ലഭിക്കുന്നത്. സോ ആ ഒക്കേഷനിൽ ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. So let's move into the speech. In the very first, Guna expressed that writing has always been a source of joy for him since childhood. പറയുന്നുണ്ട്, നമ്മൾ പിരാൻഡലോന്റെ പോലെ തന്നെ ചെറുപ്പം തൊട്ടേ എഴുത്ത് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഗുണ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ടൈമുകളൊക്കെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് എഴുത്തിലൂടെയായിരുന്നു. സോ അതിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മുടെ അബ്ദുൾ റസാഖ് ഗുണ എന്ന ടാൻസാനിയൻ ബോൺ ബ്രിട്ടീഷ് റൈറ്റർ. In school, he looked forward to writing exercises, focusing on sharing memories and imagination without pressure to meet specific expectations. അപ്പോൾ സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റിംഗ് എക്സസൈസുകളൊക്കെ തുടങ്ങിയിരുന്നു. അതായത് നല്ലൊരു റൈറ്റർ ആവണം എന്നുള്ള ചിന്താഗതി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റിംഗ് എക്സസൈസുകൾ ഗുർണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫോക്കസിങ് ഓൺ ഷെയറിംഗ് മെമ്മറീസ് ആൻഡ് ഇമാജിനേഷൻ വിത്തൗട്ട് പ്രഷർ ടു മീറ്റ് സ്പെസിഫിക് എക്സ്പെക്ടേഷൻസ്. അപ്പം അന്ന് തൊട്ടേയുള്ള ചിന്തകളെക്കുറിച്ചും ഇമാജിനേഷൻസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗുർണ എഴുതി വെക്കാനായിട്ട് തുടങ്ങിയിരുന്നു. This enjoyment continued when he became a teacher, watching students immerse themselves in their writing. ഇപ്പോൾ ഗുർണ സ്പീച്ചിൽ പറയുന്നുണ്ട് എന്ത്, പിന്നെ ഫ്യൂച്ചറിൽ ഗുർണ ആയിത്തീരുന്നത് ഒരു ടീച്ചറാണ്. ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് ടീച്ചർ ആയിത്തീരുന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റൈറ്റിംഗ് എന്നുള്ള പാഷൻ, ഒരു ഓതർ എന്നുള്ള പാഷൻ അന്നും ഗുർണയുടെ മനസ്സിലുണ്ടായിരുന്നു. സോ ഈ ടീച്ചർ ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റൈറ്റിംഗ് എന്നുള്ള കാര്യം പിന്തുടർന്ന് പോന്നിട്ടുണ്ട്. എഴുത്ത് എന്നുള്ളത് അതുവരെ നിർത്താതെ പോന്നിരുന്നു. He reflected on the simplicity of his early writing and reading, which were done freely and without correction. എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, സിമ്പിൾ ആൻഡ് ലളിതമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു ഗുർണ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കറക്ഷൻ ഒന്നും അധികം നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതേ കറക്റ്റ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഗുർണ എഴുതിയിരുന്നില്ല. Gurna remembered late nights spent reading, often interrupted by his father, who required him to turn off the light. അപ്പോൾ ഇങ്ങനെ പലതും ആലോചിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ, രാത്രി ഇരുന്ന് ഇങ്ങനെ എഴുതുമ്പോൾ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയാറുണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കാനായിട്ട്. സോ ഈ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇതൊന്നും ഭാവം വെക്കാതെ എഴുതാനായിട്ടായിരുന്നു ഗുർണ ശ്രദ്ധിച്ചത്. However, as he grew older and moved to England, his writing began to change. ഈ കാലഘട്ടമൊക്കെ മാറി കുറച്ചും കൂടെ വലുതായി മുതിർന്നപ്പോൾ എന്ത് ചെയ്തു, മൂപ്പര് ഇംഗ്ലണ്ടിലേക്ക് താമസം മാറ്റുന്നുണ്ട്. ഈ സമയം ഇംഗ്ലണ്ടിൽ എത്തിയപ്പോൾ തന്നെ മൂപ്പരുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ എത്തിയപ്പോൾ മൂപ്പരുടെ റൈറ്റിങ്ങിലും മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. ഹി എക്സ്പീരിയൻസ്ഡ് ഹോം സിക്നെസ് ആൻഡ് ഏലിയനേഷൻ. സോ ഞാൻ പറഞ്ഞു, ടാൻസാനിയയിൽ നിന്ന് ബ്രിട്ടീഷിലേക്ക് വന്ന ഒരാളായിരുന്നു. സോ ടാൻസാനിയയിലെ ഹോം ആളുകളെ, അച്ഛനും അമ്മേനെയൊക്കെ അവന് മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഹോം സിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിനെ മിസ് ചെയ്യുന്നത്, ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ. ലീഡിങ് ഹിം ടു കൺഫ്രണ്ട് ഡീപ്പർ ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് ദ മെമ്മറീസ് ഓഫ് ദ ടേർമോയിൽ സറൗണ്ടിങ് ഹിസ് ഡിപ്പാർച്ചർ ഫ്രം ഹിസ് ഹോം ടു പൊളിറ്റിക്കൽ അൺറെസ്റ്റ്. ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഒരാളായിരുന്നു ഗുർണ എന്ന് പറയുന്നത്. സോ വീടിനെ കുറിച്ചും വീട്ടിലെ ഓർമ്മകളൊക്കെ മൂപ്പരെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എഴുതാനും ചിന്തിക്കാനും ആയിട്ടൊക്കെ ഗുർണ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. He recounted the chaos of the middle 1960s, where many suffered from violence and oppression during a revolution, making it hard for him to comprehend what was happening.
സോ 1960 ഒരു ഇഷ്യൂ ഗുർണ ആലോചിക്കുന്നുണ്ട്. ടാൻസാനിയയിലെ ജനങ്ങൾ അനുഭവിച്ച ഒരു ഇഷ്യൂ ആയിരുന്നു. അവരെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരെ സപ്രസ് ചെയ്യാനും റെവല്യൂഷന്റെ പേരിൽ രാജ്യത്തിലുള്ളവരെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരെ സപ്രസ് ചെയ്യാനോ ഒപ്രസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് തുടങ്ങി. In England, he found the distance allowed him to reflect on these experiences and the cruelty is inflicted upon people. So ഈ 1960 ഈ ക്രുവൽറ്റി ഒക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇംഗ്ലണ്ടിൽ ഇത് തുറന്നു പറയാനും ഇത് എഴുതി കാണിക്കാനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ് ഒരു ധൈര്യം അവന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എഴുതാനായിട്ട് ഗുർണ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, ടാൻസാനിയൻ പീപ്പിൾസിന്റെ അവസ്ഥയെ സൊസൈറ്റീനെയൊക്കെ കുറിച്ചിട്ട്. He noticed that often memories of suffering, whether personal or historical, came to the forefront when he found safety away from trauma. അപ്പൊ ഈ ട്രോമകളിൽ നിന്നൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കാൻ തുടങ്ങി. പതുക്കെ ഇംഗ്ലണ്ടിലെ ലൈഫിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേരാനായിട്ട് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ടാൻസാനിയൻ ഓർമ്മകളെ കുറിച്ചും അവിടെയുള്ള ആളുകൾ അനുഭവിച്ച ക്രുവൽറ്റീനെ കുറിച്ചൊക്കെ നമ്മളെ ഗുർണ എഴുതി വെക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. Gurna began to write about these thoughts, not in structured manner, but to find clarity in his uncertainties. ജീവിതത്തിൽ അനുഭവിച്ച യാതനകളെ കുറിച്ച് എവിടെയെങ്കിലും എഴുതി വെക്കണം എന്ന് ആർക്ക് തോന്നുകയാണ്, ഗുർണയ്ക്ക് അപ്പോൾ തോന്നുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, ടാൻസാനിയൻ പീപ്പിൾസിന്റെ അവസ്ഥയും താൻ അനുഭവിച്ച ഈ ദുരിതങ്ങളെ കുറിച്ചൊക്കെ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് അവിടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എഴുതാനുള്ള ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗുർണ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. As he continued to write, he realized that a simplified version of history was taking shape, omitting the complex truth of the past. എന്ത് ചെയ്യാൻ എഴുതാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്റെ എഴുത്തിലൂടെ ഒരു രാജ്യത്തിന്റെ ചരിത്രം തന്നെ എഴുതപ്പെടുകയാണെന്ന് നമ്മളെ ഗുർണയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ചെയ്യാൻ തുടങ്ങി, ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. ആളുകള് ടാൻസാനിയ എന്നുള്ള രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഇതൊക്കെ ഉള്ളതൊക്കെ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ, സത്യത്തിലുള്ള കാര്യങ്ങൾ ഗുർണ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് തന്റെ രചനകളിലൂടെ. He felt compelled to resist this narrative, aiming to preserve memories of the places and people he knew. അപ്പോൾ കുറേ എന്ത് ചെയ്യാൻ തുടങ്ങി, എഴുതാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവന് കഴിയുന്നില്ല. ഇതെങ്ങനെയും പുറേ ലോകം അറിയണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കണം, വീണ്ടും ആരെങ്കിലും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ എഴുതാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. He reflected on how colonialism had impacted his generation differently than others. So അവരനുഭവിച്ച ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കോളോണിയലിസം ആയിരുന്നു. യൂറോപ്യൻ കൺട്രീസ് ടാൻസാനിയ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾക്ക് മേൽ കടിച്ചേൽപ്പിച്ച പ്രഷേഴ്സ് കൊളോണിയലിസം മൂലം. ഈ കൊളോണിയലിസം ഒരു തീമായിട്ടുള്ള റൈറ്റിംഗ്സ് കൂടുതലായിട്ട് ഗുർണ എഴുതാനായിട്ട് തുടങ്ങി. കൊളോണിയലിസം മീൻസ് കോളനിവൽക്കരണം. Shaping how he understood issues and identity and power during his upbringing. അപ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ഈ രാജ്യം മാറി താമസിക്കുന്നവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. ഇംഗ്ലണ്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ ഇംഗ്ലണ്ടുകാരനാണോ ചോദിച്ചോ ഇംഗ്ലണ്ടുകാരനല്ല, ടാൻസാനിയക്കാരനാണോ ചോദിച്ചോ ടാൻസാനിയയിലല്ല. അപ്പൊ അങ്ങനെ ഒരു ഐഡന്റിറ്റിയിൽ ക്രൈസിസിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചും ഈ തീംസിലൊക്കെ ആയിരുന്നു ഗുർണ ഏറ്റവും കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. He acknowledged while in England, Gurna began to grasp how he fit into broader narratives about race and prejudice. Prejudice means മുൻവിധികൾ, race means caste, race എന്നുള്ള മീനിങ്. എന്താ പറയുക, ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ തന്നെ ഗുർണ began to grasp how he fit into broader narratives. ഈ കൊളോണിയലിസം അതേപോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള ഒരു ഇതിൽ ഒതുങ്ങിക്കൂടുന്നില്ല, ബ്രോഡർ വെറൈറ്റീസിലേക്ക്, കൂടുതൽ വിഭാഗം റൈറ്റിംഗ്സിലേക്ക്, എഴുത്തുകളിലേക്ക് ഗുർണ ചിന്തിക്കാനും എഴുതാനായിട്ടൊക്കെ ശ്രമിക്കാനായിട്ട് തുടങ്ങിയത് ഇംഗ്ലണ്ടിൽ എത്തിയതിനു ശേഷമാണ്. He acknowledged the difficulties he faced, including discrimination and hostility. അപ്പൊ അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ടാൻസാനിയക്കാരൻ എന്നുള്ള രീതിയിൽ, മറ്റൊരു രാജ്യക്കാരൻ എന്നുള്ള രീതിയിൽ അവിടെ അനുഭവിച്ച യാതനകളെ കുറിച്ചും ഡിസ്ക്രിമിനേഷൻസിനെ കുറിച്ചൊക്കെ ഗുർണ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. And felt a strong urge to write against these dismissal. എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, ഈ യാതനകളെ കുറിച്ചും ഈ ഡിസ്ക്രിമിനേഷൻസിനെ കുറിച്ചൊക്കെ എഴുതി വെക്കാനായിട്ടും ഗുർണ തീരുമാനിക്കുന്നുണ്ട്. Writing became for him a means of expressing nuances of human experiences, showing both cruelty and kindness of in people's life. അപ്പോ എന്ത് ചെയ്യാൻ തുടങ്ങി, എഴുത്ത് എന്നതിലൂടെ ആളുകളുടെ ദുരിതങ്ങളെക്കുറിച്ചും താൻ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചും ഡിസ്ക്രിമിനേഷൻസിനെ കുറിച്ച് തുറന്നു കാണിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് എഴുത്തിനെ നമ്മളുടെ ആര് കണ്ടത്, നമ്മളെ അബ്ദുൽ റസാഖ് ഗുർണ കണ്ടിട്ടുള്ളത്. ഓക്കെ. ഇന്ത്യ എന്ന് തുടങ്ങി ഇതിലൂടെ സമാധാനം കണ്ടെത്താനായിട്ട് മൂപ്പര് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്കെങ്കിലും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് ഗുർണ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ ഈ ഡിസ്ക്രിമിനേഷൻസിനെ കുറിച്ചും സബ്ജുഗേഷനെ കുറിച്ചൊക്കെ എഴുതാനായിട്ട് തുടങ്ങിയത്. Ultimately, Gurna emphasized that writing encompasses a range of human experiences beyond conflict and criticism. കോൺഫ്ലിക്റ്റിലും ക്രിറ്റിസത്തിലും ഒക്കെ
അപ്പുറത്തായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് റൈറ്റിംഗ് എന്നാണ് ഗുർന പറഞ്ഞത്. ഹി ബിലീവ്സ് ഇറ്റ് ഷുഡ് റിവീൽ ദ ബ്യൂട്ടി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ലൈഫ്. റൈറ്റിങ്ങിന് എന്ത് കഴിവുണ്ട്? ജീവിതത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും തുറന്നു കാണിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം എൻ്റെ ജീവിതം ഫുൾ ഞാൻ തുറന്നു കാണിക്കുന്നത് എൻ്റെ അനുഭവങ്ങളിലൂടെയാണ്. എൻ്റെ അനുഭവങ്ങളെ തുറന്നു കാണിക്കാൻ ഞാൻ ഉപയോഗിച്ച പാത എന്ന് പറയുന്നത് എഴുത്തിലൂടെയാണ്. സോ റൈറ്റിംഗ് ഹാസ് എ കപ്പാസിറ്റി ഓഫ് ദാറ്റ്. ഓക്കെ. This realization maintained his youthful enjoyment in writing, providing him with a rewarding avenue throughout his life. അപ്പോൾ ഈ തിരിച്ചറിവാണ് എഴുത്ത് എന്നുള്ള, അല്ലെങ്കിൽ മൂപ്പരുടെ എക്സ്പീരിയൻസസിലൂടെ എല്ലാം തുറന്നു കാണിക്കുക എന്നുള്ള കഴിവാണ് മൂപ്പര് ഇന്നൊരു നോബൽ പ്രൈസ് വിന്നറായിട്ട് വരാനുള്ള കാരണം. കുർണ കൺക്ലൂഡഡ് ബൈ എക്സ്പ്രസിംഗ് ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദി സ്വീഡിഷ് അക്കാഡമി ഫോർ റെക്കഗ്നൈസിംഗ് ഹിസ് വർക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ചും ഡിസ്ക്രിമിനേഷൻസിനെ കുറിച്ചും കൊളോണിയലിസത്തെ കുറിച്ചും അതേപോലെ തന്നെ എല്ലാത്തിനെ കുറിച്ച് പേഴ്സണൽ എക്സ്പീരിയൻസോ കമ്പൈൻ ചെയ്തുകൊണ്ട് റൈറ്റിംഗ്സ് എഴുതി വന്നിട്ട് അക്സെപ്റ്റഡ് ആയപ്പോഴാണ് നോബൽ പ്രൈസ് ഗുർണയ്ക്ക് ലഭിക്കുന്നത്. അതിനെന്ത് ചെയ്യാണ്? സ്വീഡിഷ് അക്കാഡമിയെ മൂപ്പര് പ്രൈസ് ചെയ്തുകൊണ്ടാണ് ഈ സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. ഫോർ ഗിവിംഗ് ഹിം ദ നോബൽ പ്രൈസ് ഇൻ 2021 December 7. Okay, that's all about the section. Thank you.